ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കാദംബരി തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാദംബരിനെ ലക്ഷ്മിയമ്മനും അതുപോലെ തന്നെ കാർത്തികനെയാണ് കേട്ടോ. കാദംബരി ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ അവിടേക്ക് കാർത്തിക് വന്ന് പറയണ്ട്, ചേച്ചിക്ക് ഇവിടെ നിന്നൂടെ ചേച്ചിയും കുഞ്ഞും അവിടെ എന്തിനാ ഒറ്റക്ക് നിൽക്കണത്? ഇവിടെ നിൽക്കുകയാണെങ്കിൽ അമ്മക്കൊരു കൂട്ടാവോലോ. അല്ല, ജോലി എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ഒരു മോള് പോകുമ്പോ വേറൊരു മോള് ഇവിടെ ഉണ്ടെന്ന് അമ്മക്ക് ആശ്വസിക്കുകയും ചെയ്യാലോ. അപ്പോ കാദംബരി പണ്ട് അതൊക്കെ രതീശ്വരനോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തു, എനിക്കിവിടെ നിൽക്കാൻ സമ്മതേ ഉള്ളൂ. കുഞ്ഞായതിനു ശേഷം ഞാൻ ഓഫീസിലേക്ക് പോലും പോയിട്ടില്ല. പിന്നെ കല്യാണിയും കിരൺ സാറാണെങ്കിൽ ശമ്പളം എല്ലാ മാസം തരുന്നുണ്ട്. അവരുടെ കമ്പനി ആയതുകൊണ്ട് വേറെ ഏത് കമ്പനി ഇങ്ങനെ തരും എന്നൊക്കെ പറയാണ്. ലക്ഷ്മി പറയണ്ടേ, എന്തായാലും രതീഷ് വരട്ടെ, ചോദിക്കുന്നുണ്ട് കാദംബരിയും കുഞ്ഞും ഇനി ഇവിടെ നിന്നോട്ടെ എന്ന്, വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. രതീഷ് അവിടേക്ക് വരുവാണ്. രതീഷ് വന്നല്ലോ. കാർത്തിക പറയണ്ട്, അതെ രതീഷേ, കാദംബരിയും കുഞ്ഞും ഇനി മുതൽ ഇവിടെ നിന്നാലോ ഞങ്ങൾ ആലോചിക്കുകയാണ്. എന്തിനാ വാടക വീട്ടിൽ ഒറ്റക്ക് നിൽക്കണത്? ഇവിടെ ആകുമ്പോ അമ്മക്കൊരു കൂട്ടായി, കുഞ്ഞിനും ആളായി, കാദംബരിക്കൊരു കൂട്ടായി, അവൾക്ക് ഓഫീസിൽ വരികയും ചെയ്യാലോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എന്താച്ചാ തീരുമാനിച്ചോ, എനിക്കിനി അതിലൊന്നും മറുപടിയൊന്നും ഇല്ല. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് രതീഷ് പറയാണ്. കാതു, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ രതീഷിട്ടാ, ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് രതീഷ് കാദംബരിനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവാട്ടോ. അവര് പോകുമ്പോഴേക്കും ലക്ഷ്മിയുടെ അടുത്ത് കാർത്തിക പറയണ്ട്, രതീഷ് എന്താ കാദംബരിയായിട്ട് പുറത്തേക്ക് പോയത്? എന്തൊരു പ്രശ്നമുണ്ടോമേ? എനിക്കും രതീഷിന് പോകാൻ കണ്ടിട്ട് എന്തൊക്കെയോ പോലെ തോന്നുക, എന്തോ ഒരു വിഷമം ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. അറിയില്ലല്ലോ, വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരും പുറത്തേക്ക് പോവാണ്. കാദംബരി എടുത്ത് രതീഷ് പറയണ്ടേ, കാദംബരി നീ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുത്, ഒച്ചെടുത്ത് കരയരുത്, അച്ഛൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത്. എന്താ രതീഷിട്ട, എന്താ കാര്യം? അത് കാദംബരി, കല്യാണിക്കൊരു അപകടം പറ്റി, അവള് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലോ? കല്യാണിക്ക് എന്താ സംഭവിച്ചത്? പറ രതീഷേട്ടാ. അത് അറിയില്ല കല്യാണി, വർക്ക് സൈറ്റില് വെച്ചിട്ട് ഒരു അപകടം സംഭവിച്ചു. ബഗാസ് എന്ന് പറഞ്ഞ ആള് അവളെ കുത്തിന്നൊക്കെയാ കേട്ടത്. ഈശ്വര, എന്റെ കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന്? ഞാനും കൂടി വരട്ടെ ഹോസ്പിറ്റലിൽ? എടി, പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പോയിക്കാൻ അച്ഛന് സംശയമാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് കാർത്തികയും ലക്ഷ്മിയും വരുന്നുണ്ട്. രതീഷ്, എന്താ കാര്യം? നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ രതീഷ് പറയുന്നുണ്ട്, അത് ആരും പ്രശ്നവും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, ഇവിടെ അച്ഛനുണ്ട്, അച്ഛനൊന്നും അറിയിക്കണ്ട. എന്താ രതീഷ്, എന്താ പ്രശ്നം? അത് കല്യാണിക്ക് വർക്ക് സൈറ്റ് വെച്ചിട്ട് ഒരു അപകടം പറ്റി. അപകടോ? അവൾക്ക് എന്ത് അപകടമോ പറ്റിയത് എന്ന് കാർത്തിക ചോദിക്കുമ്പോ രതീഷ് പറയുന്നുണ്ട്, അത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന വർക്ക് സൈറ്റിലേക്ക് പോയതാണ്. അവിടെ വെച്ച് ആ ബഗാസുനായിട്ടുള്ള രാഹുൽ ഉണ്ടല്ലോ, അവളെ ഒരു കഠാര വെച്ച് കുത്തി. അവളിപ്പോ ഹോസ്പിറ്റലാണ്. കിരൺ സാർ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ കാദംബരിനെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട്. എന്നാൽ ഞങ്ങളും കൂടി വന്നോട്ടെ? ഇപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അച്ഛന് സംശയമാവില്ലേ? അതുകൊണ്ട് ഞാൻ കാദംബരിയായിട്ട് ആദ്യം പോവാം, പിന്നീട് നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് രതീഷും കാദംബരിയും കൂടി അവിടെ നിന്ന് പോവുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ ഇങ്ങനെ മുടിയൊക്കെ ചീവി ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക അവിടേക്ക് വരുവാണ്. മോളെത്തിയോ? മോളെ ഒരു കാര്യം ചെയ്യണമെന്ന്, കല്യാണി മോളൊന്ന് വിളിക്കണം കേട്ടോ. എന്നിട്ട് പറയണം, ഇന്ന് വൈകിട്ട് നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന്. അതെന്താ അച്ഛാ? ഒന്നുമില്ല മോളെ, എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കല്ലേ, ഇന്ന് നമുക്ക് പുറത്ത് കറങ്ങാൻ പോകാൻ പറ്റുമൊന്നുമില്ല. കാരണം അതുകൊണ്ട് നമുക്ക് പുറത്തൊന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒറ്റക്കായിട്ട് പോകാൻ പറ്റില്ല, എല്ലാരും കൂടി ഒരുമിച്ച് പോവാം. കല്യാണി മോളെ ഒറ്റക്ക് വിടാൻ പറ്റില്ലല്ലോ. കല്യാണി മോളെ മറ്റേ ബഗാസുരൻ അയാള് പരോളിൽ ഇറങ്ങിയോണ്ടേ കല്യാണി മോൾക്ക് ആപത്തുണ്ടാവുന്നു മനസ്സിനൊരു തോന്നല്. അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്റെ മോൾ കല്യാണിയോടത്താണല്ലോ, പിന്നെ കിരണിനോടും. കല്യാണിയെ എവിടെ വെച്ച് കണ്ടാലും അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ജയിലിൽ കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എന്റെ മകൻ എന്ന് പറഞ്ഞ വിക്രം, എനിക്ക് അവനിപ്പോ കാണുന്നതേ ഇഷ്ടമല്ല. പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ടാവും ആ രാഹുലിനോട്, അവസരം കിട്ടുകയാണെങ്കിൽ പരോളിൽ ഇറങ്ങുമ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ കല്യാണിനെ ഇല്ലാതാക്കാനുണ്ട്. അതുകൊണ്ട് കല്യാണത്തെ എവിടെ ഒറ്റക്ക് വിടല്ലോട്ടോ മക്കളെ, നമുക്ക് ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോയി ഫുഡ് കഴിക്കാം. കാർത്തിക മോളുടെ മുഖം എന്താകെ വിഷമിച്ചിരിക്കണത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിലീപിന്റെ അമ്മയോ നിന്നോട് ഇതിന് മോശമായിട്ട് പെരുമാറിയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ മോളെ. ഇല്ലച്ച, എന്നോട് ദിലീപിന്റെ മോശമായിട്ട് പെരുമാറുന്നില്ലല്ലോ. പിന്നെന്താ, അവന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അമ്മ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മോളെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം കഴിഞ്ഞ പെൺമക്കൾക്ക് വലുത് സ്വന്തം വീടിനേക്കാളും ഭർത്താവിന്റെ വീടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, എങ്കിലും നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ട് അവരുടെ ഇഷ്ടമൊക്കെ നോക്കിയിട്ട് നീ ഓരോന്നും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നീ ഒരു കാര്യം ദിലീപിനോടും ദിലീപിന്റെ അമ്മയടുത്തൊക്കെ വരാൻ പറ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാം. എന്താ? ശരി അച്ഛാ, ഞാൻ പറയാം. അപ്പൊ നീ ഇപ്പൊ തന്നെ കല്യാണിനെ വിളിച്ചിട്ടെ വൈകിട്ട് ഒരു 5-6 മണിയാകുമ്പോ ഇങ്ങോട്ട് വരാൻ പറ. കിരണിനോടും കല്യാണത്തും കൊണ്ട് വരാൻ പറ കേട്ടോ. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് പോവാണ്. കാർത്തികയുടെ മുഖം കാണുമ്പോ
പ്രകാശിന് എന്തൊക്കെയോ സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് കാണിക്കണത് കിരണിനെയാണ്. കിരണാണെങ്കിൽ ആകെ വിഷമിച്ച് ഐസുവിനും ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കാട്ടോ. ഹരിയേട്ടനും കൂടെ തന്നെയുണ്ട്. അവിടേക്ക് സരി ഓടി വരണം. അയ്യോ കിരണേ, കല്യാണിക്ക് എന്തു പറ്റിയടാ? ഞാൻ നിന്നെ ഫോൺ വിളിച്ചിരുന്നു, നീ ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. കല്യാണിക്ക് എന്താടാ പറ്റിയത്? വേറെന്ത് പറയാനാ, നീ കൺസ്ട്രക്ഷൻ ചെയ്ത ആ വർക്ക് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി ഞാനും കല്യാണി പോയതാ. ഞാൻ ആ വർക്കൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ആ ബഗാസോട് വിളിക്കണം, നിന്നെ ജനിപ്പിച്ച നിന്റെ തന്തയുണ്ടല്ലോ, അയാള് കല്യാണിനെ കടാര വെച്ച് കുത്തി. അയ്യോ ഈശ്വര, എന്നിട്ട് എന്താ? എനിക്ക് ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നിനക്ക് അയാളെ കൊന്നു കളഞ്ഞൂടെ ഇരുന്നടാ എന്ന് സരിയു ചോദിക്കുമ്പോ കിരൺ പറയണ്ട്, എനിക്ക് കൊന്നു കളയണമെന്നുണ്ടായിരുന്നു, അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ പോയതുമാണ്. ആ സമയത്ത് കല്യാണി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന കല്യാണിനെ കണ്ടപ്പോ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, അയാളോടി രക്ഷപ്പെടുവായിരുന്നു. ഈശ്വര, എന്നിട്ട് ഇപ്പൊ കല്യാണിക്ക് എങ്ങനെയുണ്ട്? എനിക്കൊന്നും അറിയില്ല സരിയു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഡോക്ടർ അവിടേക്ക് വരുവാട്ടോ. ഡോക്ടർ, എന്റെ കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് കിരൺ ചോദിക്കുമ്പോ കിരണെ പറയാനൊന്നും ആയിട്ടില്ല, നല്ല ആഴത്തിലുള്ള മുറിവാണ്, കരടിനെയാണ് കുത്തുകൊണ്ടിരിക്കുന്നത്, ഒന്നും പറയാനായിട്ടില്ല കിരണെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണ്. കിരണാകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും സരിയു പൊട്ടിക്കരണ. അയ്യോ എന്നാലും കല്യാണിക്ക് ഈ അവസ്ഥ വന്നല്ലോ, അയ്യോ ഈശ്വര എന്ന് വണ്ടിയിൽ പൊട്ടിക്കരയാണ്. അത് കാണുമ്പോ ഹരിയേട്ടൻ പറഞ്ഞിട്ട്, ശേ നീ എന്തിനാ ഇങ്ങനെ കരയണത്? മര്യാദയ്ക്ക് നിന്നെ, നിന്റെ അച്ഛനെ, നിന്റെ അമ്മേനെയും നിന്റെ മോൾക്കൊക്കെ ഒരു അഭയം കൊടുത്തതല്ലേ കിരൺ സാറും കല്യാണി മേഡം ഒക്കെ. ആ സമയത്ത് നീ ജയിലിൽ പോണ സമയത്ത് രാഹുലിനോട് പറഞ്ഞൂടായിരുന്നോ അവരൊക്കെ നല്ലവരാണെന്ന്? അയ്യോ എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു ഹരിയേട്ട, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോവാതിരുന്നത്. ഇനിയിപ്പോ കണ്ടില്ലേ ഇവിടെ അനുഭവിക്കണത്. എന്നാലും അയാളാണെന്നുണ്ടെങ്കിൽ കിരണ വെറുതെ വിടാൻ പാടില്ല, അയാളെ കൊന്നു കളയണം, ഞാൻ അയാളെ കാണണമെങ്കിൽ അയാളെ കൊന്നു കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം വീട്ടിലെത്തിയ സരിയു താരെടുത്ത് പറയണ്ട, അമ്മേ അതെ അമ്മക്കൊരു ദുഃഖവാർത്തയുണ്ട്, പക്ഷെ എനിക്ക് സന്തോഷ വാർത്തയാ. എന്താ എന്ന് താര ചോദിക്കുമ്പോ, അമ്മയുടെ പുന്നാര മാനസപുത്രി ഉണ്ടല്ലോ കല്യാണി, അവൾക്ക് അപകടം സംഭവിച്ചു. എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അറിയില്ല, കിരണ് ഹോസ്പിറ്റലുണ്ട്, ഞാൻ പോയിരുന്നു, അവളെ കാണാൻ പറ്റിയൊന്നുമില്ല. അമ്മ പോവാൻ ധൃതി കൂട്ടൊന്നും വേണ്ട, അവളെ കാണാൻ പറ്റുമൊന്നുമില്ല. പിന്നെ അപകടം വലിയ നല്ല അപകടം എന്ന് പറഞ്ഞത്, മിക്കവാറും അവളെ ചത്തുപോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് സന്തോഷേ. വരുന്ന വഴിയെ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അമ്പലത്തിന് പുറത്തുനിന്ന് ഞാൻ ദക്ഷിണിട്ട് പ്രാർത്ഥിച്ചു. ഹോ സമാധാനമായി. നിന്റെ അച്ഛനാണോ അത് ചെയ്തത് എന്ന് താര ചോദിക്കുമ്പോ, എനിക്കറിയില്ല, ആയിരുന്നെങ്കിൽ അതിന്റെ അച്ഛനെ കണ്ട് ഞാൻ ഷെയ്ക്കാൻഡ് കൊടുത്താനെ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു സന്തോഷത്തോടെ നിൽക്കാട്ടോ. താരക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. സരിയു പറയേണ്ടതേ, ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് മച്ചാണെന്ന് ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഈ മോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു ഭീഷണിപ്പെടുത്താട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെ തന്നെയാണ്. കിരണിന്റെ അടുത്തേക്ക് ലക്ഷ്മിയമ്മയില്ല കാർത്തികയും കാദംബരിയും കൂടി വന്നിരിക്കുകയാണ്. കാർത്തികൻ കാദംബരി ചോദിക്കണ്ടേ, കിരണെ ഇപ്പൊ എങ്ങനെയുണ്ട് കല്യാണിക്ക്? ഒന്നും പറയാനായിട്ടില്ല, അപകടനില തരണം ചെയ്തിട്ടില്ല, എന്റെ കല്യാണിയുടെ അവസ്ഥ കണ്ട സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ. അപ്പൊ രതീഷും കൂടെ തന്നെയുണ്ട് കേട്ടോ. കാദംബരി ചോദിക്കുന്നുണ്ട്, കിരൺ സാറേ ഇതിന് പിന്നിൽ അവളായിരിക്കും ആ സരിയു? അവളാവാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോ കാർത്തിക ചോദിക്കണ്ടല്ല, അവള് വർക്ക് ചെയ്ത ആ സൈറ്റ് അല്ലേ, അപ്പൊ പിന്നെ അവൾ എന്താ വരാതിരുന്നത്? അത് അങ്ങനെ കൊണ്ടുപോവാറില്ല വർക്ക്, ഞാൻ പിന്നെ കല്യാണിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അതായിരിക്കും അവള് വരാത്തത്. എന്നാലും ഇതിന് പിന്നെ അവളെങ്ങാനും ആയിരിക്കോ എന്ന് കാദംബരി വീണ്ടും ചോദിക്കാണ്. എല്ലാ കാദംബരി അവളായിരിക്കില്ല, അവൾക്ക് അവളെ അച്ഛനോട് ഇപ്പൊ ദേഷ്യമാണ്, അവര് സംസാരിക്കാറൊന്നുമില്ല. രതീഷ് നീ ഒന്ന് വരാവോ, എനിക്കൊന്ന് പുറത്തു വരെ പോണം. ശരി എന്ന് പറയാണ്. അങ്ങനെ രതീഷിനെ കൂട്ടിക്കൊണ്ട് കിരൺ പുറത്തേക്ക് പോകുന്നു കേട്ടോ. ഹരിയേട്ടനോട് കാർത്തിക ചോദിക്കുന്നുണ്ട്, എന്നാലും ആ സരിയുനെതിരെ പങ്കുണ്ടാവോ ഹരിയേട്ട? അല്ല വർക്ക് സൈറ്റിൽ പിന്നെ അവളെന്താ പോവാതിരുന്നത്? അല്ല അങ്ങനെ വർക്ക് സൈറ്റിൽ അങ്ങനെ ജോലിക്കാരെ അങ്ങനെ കൊണ്ടുപോകാറില്ല, പിന്നെ കല്യാണം ഒറ്റക്കാണെങ്കിൽ മാത്രമേ പോവാറുള്ളൂ. ഇപ്പൊ കിരൺ സാർ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും അവള് പോവാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിരണും രതീഷും കൂടി ഒരു കടയുടെ മുമ്പിൽ നിൽക്കാണ്. കിരൺ ലാപ്ടോപ്പ് എടുത്ത് CCTVയുടെ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ രതീഷ് കിരണ് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കാണ്. കിരൺ പറഞ്ഞു, ഒന്നും വേണ്ട രതീഷ്, കല്യാണിയുടെ കിടപ്പ് കണ്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സാറേ ഇതുവരെ ഒന്നും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഇല്ല, ഇച്ചിരി വെള്ളമെങ്കിലും കുടിക്കേ. രതീഷ് ഞാൻ CCTV നോക്കി, അയാളൊരു ഓട്ടോറിക്ഷ കയറി പോയിട്ടുണ്ട്, പക്ഷെ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാൻ സേവിയറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ കുറച്ചൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു തരുമായിരിക്കും. ആ ഓട്ടോ കിട്ടിയ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഓട്ടോക്കാരനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിരണും രതീഷും ഓട്ടോ കൈ കാണിച്ച് നിർത്തിയിട്ട് ഈ ഓട്ടോക്കാർ, അതായത് രാഹുൽ കയറിപ്പോയ ഓട്ടോ ഉണ്ടല്ലോ, ആ ഓട്ടോയുടെ നമ്പർ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഓട്ടോക്കാരന്. ചേട്ടാ ഈ ഓട്ടോ നമ്മുടെ ഇവിടെ ഓടുന്ന ഓട്ടോയാണോ? അയ്യോ അല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് കിരൺ പറയണ്ട, എന്തായാലും ആ ബഗാസിനെ കൊല വിളിക്കും ഞാൻ, കല്യാണിയുടെ കിടപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും CCTV ദൃശ്യത്തിൽ നമ്മളെ സരിയും പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, സരിയുവിനെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അത്രയും ഭാഗ്യത്തെ എപ്പിസോഡ് കാണിച്ചുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.